എന്റെ കൊച്ചെ പേടിക്കണ്ടാന്ന്. നീ എടുത്തോ നോക്കൂ. അത്രേ ഉള്ളൂ. അവിടെ നോക്കട്ടെ. എന്റെ കൊച്ചെ നീ എടുത്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഈ സഹദേവേട്ട നിന്നെ പിടിച്ച് ഇനിയൊന്നുമില്ല. നീ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും നോക്കണ്ടേ? ഞാനൊന്ന് തപ്പി നോക്കട്ടെടി. സത്യപ്പെട്ട ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞല്ലേ, ഞാനത് ചെയ്യില്ല. മഴയടി നിന്നെ കാച്ചില്. ഈ പെണ്ണുങ്ങൾ കരയുന്നുണ്ടാ തന്നെ. എടുന്ന് തപ്പി നോക്കട്ടെ. എന്താ ഇവിടെ? നീ എന്തിനാ കരയണത്? ചേച്ചി മോതിരം കാണാനുണ്ട്, ഞാൻ എടുത്തു പറയണത്. സന്ധ്യയായിട്ട് ഞാൻ വന്നപ്പോ അടുക്കളയില കയറിയത്, ആ റൂമിൽ പോയിട്ടേ ഇല്ല. മോതിരോ? നിങ്ങളുടെ ഏത് മോതിരം കാണാതായത്? അവന്റെ മോതിരം ഇല്ലേ? അത് രാവിലെ വെച്ച് കാണാനില്ലാന്ന്. നീ ഇറ്റവനെ തലയിൽ കയറ്റി വെച്ചിരിക്കല്ലേ, വിശ്വസിക്കാൻ കൊള്ളടി. നിങ്ങൾ ആദ്യം അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിക്കേ. നിങ്ങളുടെ മോതിരമല്ലേ, ഞാൻ എവിടെന്നെങ്കിലും എടുത്തുതരാം. എവിടെ ഉണ്ടാവാനടി? നിന്നോട് ആ പറമ്പിൽ പണിക്കാരുണ്ട് ചെന്ന് നോക്കാൻ പറഞ്ഞല്ലേ, അപ്പോഴേക്കും ഇവിടെ എത്തിയോ? ആണ്ട പണിക്കാരുടെ സ്നേഹം ഉണ്ടല്ലോ. ഉണ്ട കേട്ടത്. നീ കാര്യമൊന്നും വേണ്ട കൊച്ചേ, അയാൾക്ക് കുറച്ച് മറവിന്റെ അസുഖമാണ്. നീയേ നാളെ തൊട്ട് ഇവിടെ പണിക്ക് വരുമൊന്നും വേണ്ട, ഞാൻ വേറെ ആരെങ്കിലും വെക്കാം. എന്താ ചേച്ചി, ചേച്ചിക്ക് എന്നെ വിശ്വാസമല്ലേ? ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ കൊച്ചെ, നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഇതിപ്പോൾ എങ്ങനെയാ നിന്നോട് ഞാൻ? നീ തൽക്കാലം വേറെ ഏതെങ്കിലും വീട്ടിൽ പണി കിട്ടുമോ നോക്ക്. ഇവിടുത്തെ എല്ലാ വീട്ടിലും പണിക്കാരുണ്ട് ചേച്ചി. പെട്ടെന്ന് ഇവിടെ നിർത്തിയിട്ട് വേറൊരു വീട് കിട്ടുക പറഞ്ഞ അത്രയും നിവർത്തിയിടുകൊണ്ട് നീ ആദ്യം ആ കരച്ചിലൊന്ന് നിർത്ത്. തൽക്കാലം എവിടെയെങ്കിലും കിട്ടണവരെ ഇവിടെ തന്നെ വന്നോ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഇവിടുന്ന് പൊക്കോട്ടാ. കുറച്ചുകൂടി പണിയുണ്ട് കുഞ്ഞ, അത് കഴിഞ്ഞിട്ട് വേഗം പോവാട്ടാ. കുഞ്ഞവിടെ നിന്നു. വയസ്സായില്ലേ, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടത്. ഇല്ലാത്ത മോതിരത്തിന്റെ പേരും പറഞ്ഞ ആ പെണ്ണിനെ അവളൊരു നാട്ടുകാരനകത്ത് പറഞ്ഞിട്ടെങ്കിലുണ്ടല്ലോ, എല്ലാം കൂടി ഒരു വരുത്ത് വരും. പഴയ പ്രതാപമൊന്നുമില്ല നിങ്ങക്ക്, അതൊന്നും മനസ്സിലാക്കിയാൽ നന്ന്. ഈ മാണിക്കോത്ത് തറവാടിന്റെ പഴയ പ്രതാപമൊന്നും അങ്ങനെ പോലടി. നാട്ടുകാരൊക്കെ കൂടി ഒരു വരുത്ത് വരും അത്രേ. എങ്ങോട്ട് എടി? ഈ തറവാടിന്റെ ചരിത്രം അറിയുന്ന ആരെങ്കിലും പൊടി ചവിട്ടും തോന്നുന്നുണ്ടാ? എന്റെ അപ്പൻ അപ്പന്മാരായിട്ട് ഭരിക്കാൻ തുടങ്ങിയതാണ് ഇവന്മാരെയൊക്കെ. നാട്ടുകാരത്ര എടി, എന്റെ അപ്പന്റെ കഥ നിനക്കറിയടി? പാടത്തും പറമ്പത്തും വീട്ടിലായിട്ടേ കുറേ പണിക്കാറുള്ള സ്ഥലം അത്. ഇവിടെ പണിക്ക് വരുന്ന പെണ്ണുങ്ങളെല്ലാം അപ്പന്റെ കിടപ്പ് മുറിയിൽ കയറിയിട്ടേ പോളടി. അതിന് സമ്മതിക്കാത്തവരെ ചെളിയിൽ ചവിട്ടി പൂത്തുക. അതാണ് എൻ്റെ തന്ത. എന്നിട്ട് ഒരു കേസും ഇല്ലാലോ, എല്ലാം ഒതുക്കി തീർക്കും. അത്രയ്ക്ക് ആസ്തിയുണ്ടടി. എന്തിന്? ഈ ഞാനടക്കം 3 തീർത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാ? അപ്പൊ ഈ പേറ പെണ്ണ് എടി, എനിക്ക് തോന്നിയോ അവളെ ശരീരത്തിൽ തൊടുക മാത്രമല്ല, അതിന് കുറെ കാലമായിട്ട് നീ എൻ്റെ കൂടെ കുറച്ച് ഏകദേശമൊക്കെ അറിയാലോ. ഈ പുന്നാര മോളെ, പെണ്ണുങ്ങളുടെ സൗണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്ത് കേൾക്കരുത്.
അടങ്ങി ഒതുങ്ങിയിരുന്ന് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി താഴ്ത്തും. എന്നെ ഉപദേശിക്കാനായിരുന്നു. കേസിനും കൂട്ടത്തിനും പോകാനും ഞാനില്ല മോഹനേട്ടാ. അതെന്താ മോളെ, നിന്റെ ഭർത്താവും അനീഷും ഒരേ കമ്പനിയിലല്ലേ ജോലി ചെയ്തിരുന്നത്? അവൻ മരിച്ച് 2 മാസം കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ വിനോദം പോയത്. എന്നിട്ടിപ്പോ അവര് പുതിയൊരു വീടും വെച്ചു. അവരുടെ 2 മക്കളിനെയും വലിയ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ആ കമ്പനിയെ കോടികൾ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അവർക്ക് ഇങ്ങനെ പറ്റുമോ? കമ്പനിയൊന്നും ആയിരിക്കില്ല മോഹനേട്ടാ. രണ്ടാളും ഒരവിടെ തന്നെയല്ലേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലപ്പോ അവരുടെ കുടുംബക്കാരെങ്കിലും സഹായിച്ചിട്ടുണ്ടാകും. കുടുംബക്കാരൊന്നുമല്ല മോളെ, അത് കമ്പനിക്കാർ തന്നെ ആയിരിക്കും. എങ്കിലും അച്ചു ഒന്ന് വരട്ടെ, എന്നിട്ട് അന്വേഷിച്ചിട്ട് കേസ് കൊടുക്കണം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ആ മോനേട്ടാ, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം കമ്പനി ഒന്നല്ല അവർക്ക് പൈസ കൊടുത്തത്. ആ അനീഷേട്ടൻ വർക്ക് ചെയ്യുന്ന സമയത്തെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിനോദേട്ടൻ മാത്രമാണ് അന്ന് എടുക്കാതിരുന്നത്. അന്ന് എടുത്തിരുന്നെങ്കിൽ ചേച്ചിക്കും കുഞ്ഞിനും ഈ ഒരു അവസ്ഥ വരുമായിരുന്നു. ഓ, അപ്പൊ ഇൻഷുറൻസിന്റെ പൈസയായിരുന്നത്. എന്താ മോളെ അവനെടുക്കാതിരുന്നത്? കോടികളൊക്കെ കിട്ടണമെങ്കിൽ മാസം നല്ലൊരു തുക പ്രീമിയം അടയ്ക്കേണ്ടി വരില്ലേ? ചിലപ്പോ അതായിരിക്കും വിനോദേട്ടൻ എടുക്കാതിരുന്നത്. ആ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞങ്ങളൊക്കെ ഒരേ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്. മാസം 400-500 രൂപ മുതൽ ചെറിയൊരു എമൗണ്ട് അല്ലേ പ്രീമിയം വരുന്നത്. 2 കോടി വരെയൊക്കെ കവറേജും കിട്ടും. മൂപ്പർക്ക് അന്ന് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തോണ്ടാണ് അന്ന് എടുക്കാതിരുന്നത്. അതല്ല അച്ചു, എങ്ങനെ എടുക്കുക എന്നുള്ളത് അറിയോ? ഇനിയുള്ള കാലത്തെ എല്ലാവരും എടുത്തു വെക്കേണ്ടത് ആവശ്യമാണ്. മക്കളുടെ അടുത്തൊക്കെ പറയാലോ. അതിന് വലിയ പണിയൊന്നുമില്ല മോനേട്ടാ. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലെ ഒരു ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിലൂടെ പോയി കഴിഞ്ഞാലേ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ കമ്പയർ ചെയ്തിട്ടേ 15% വരെ ഡിസ്കൗണ്ടോടുകൂടി ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അതുപോലെ പ്രവാസികൾക്കാണെങ്കിലേ നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിലേ 30-50% വരെ കുറഞ്ഞ ചെലവിൽ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എടുക്കേണ്ട സമയത്ത് എടുക്കണ്ടേ. എന്നാ ശരി മോളെ. അച്ചു, അല്ലേ ചേച്ചി, എന്തിനാ എത്രയും പഠിച്ചിട്ട് ഈ വീട്ടു ജോലിക്ക് പോണത്? വേറെ വല്ല ജോലിക്ക് നിൽക്കൂടെ? കൊറേ അന്വേഷിച്ചു മോനെ, എവിടെയും കിട്ടാനിട്ടാ. പിടിച്ചു നിക്കണ്ടേ? ഞാൻ നോക്കട്ടെ ചേച്ചി, എവിടെയെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. മോനേട്ടൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നാണ്. എനിക്കാണെങ്കിൽ ഇപ്പൊ വർക്കിന് പോകാൻ സമയം. ശരി. മോളെ മോളെ ഏയ് എന്താ? ഹാ സുന്ദരായിട്ടുണ്ടോടി. പിന്നെ രാവിലെ എനിക്കൊരു തെറ്റ് പറ്റി പോടി. ആ മോതിര റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അടക്കായിരുന്നു വെറുതെ ഇനിയും മോനെയൊക്കെ സംശയിച്ചു. ആ കിട്ടിയ പിന്നെ എനിക്ക് എന്തോ ഒരു മനസ്സമാധാനല്ലോ നിന്നോടൊന്ന് പറയായിട്ട്. അങ്ങനെ വന്നതാ. മോനെവിടെ? അവനോട് കളിപ്പാട്ടൊക്കെ വാങ്ങുവാണെന്താ? വിളിക്ക്. മോൻ ഉറങ്ങി. 6:30 മണിക്ക് ഉറങ്ങിയാ? നന്നായി. ആ എനിക്കുമ്പോ കൊടുത്തായിട്ടാ. നീ എന്താടി നിന്റെ മുതലാളി വീട്ടിലേക്ക് വന്നിട്ട് അകത്തേക്ക് വിളിക്കാത്ത? വെച്ച് കയറ്റി ഒരു ഗ്ലാസ് ചായയൊക്കെ താ. അതല്ലേടി ഒരു മര്യാദ. ഇവിടെ ആരുമില്ല, നിങ്ങളൊന്ന് പോവോ? അത് പിന്നെ എനിക്ക് അറിയില്ലടി കോച്ച്, നിങ്ങൾ രണ്ടാളുള്ളൂന്ന്. അതില്ലെങ്കിൽ ആരും ഇല്ലാത്തല്ലേ നല്ലത്. നമ്മ രണ്ടാൾ പോരടി. അവിടെ ഒന്നും നടക്കുന്നില്ല. എന്റെ ഭാര്യന്റെ പേര് മാത്രമേ ലക്ഷ്മിയുള്ളൂ. ഒരു മൂശട്ട സാധനാണ്. ഏത് സമയത്താ കേറി വരുന്ന അറിയില്ല. കഴുത. അപ്പൊ എങ്ങനെയാ? ശരി വരട്ടെ? അല്ലെങ്കിൽ തന്നെ നാട്ടുകാരോരൊന്നും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് വെള്ളം കൂടി ഇവിടെ കണ്ട ഒന്ന് പോവോ? ഏത് ഈ നാട്ടുകാരോ? എടി സഹദേവ നിന്റെ വീട്ടിൽ വന്നെന്ന് ഏതെങ്കിലും നാട്ടുകാർ പുറത്തു പോയി പറയും തോന്നുന്നുണ്ടാ? അത്ര ധൈര്യമൊക്കെ ഇവന്മാർക്കടി. സഹദേവനെ നന്നായിട്ട് അറിയാല്ലാത്തിനോ. അത് കഴിക്കണ്ട. എനിക്ക് കാര്യം ചെയ്യും, ഒരു ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തേക്ക്. അടിച്ചാലേ ശരിയാവും.
ആ കാല് ഞാൻ പിടിക്കാം, ഒന്നുകൊണ്ട് പോവോ? ആ, എന്തിനാണ് നീ പേടിക്കുന്നത്? ഇത് രണ്ടെണ്ണം അടിച്ചിട്ട് ഞാൻ പോയിക്കോളാം. നമുക്കൊന്ന് സഹകരിച്ചോണ്ട് എന്താണ് ഇത് സംഭവിക്കുന്നത്? ഇത് എത്ര വേണം തരാടി? എടീ മര്യാദ തൊഴി. എന്റെ മോള് ചവിട്ടി പൊളിച്ചാലോ? നീ വരുമല്ലേടി? ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ മോൻ ആലോചിച്ചിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്നോ രക്ഷപ്പെട്ടേനെ. എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയാവാത്തത്. അവൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ അവൻ ആ പെൺകുട്ടിനെ കൊണ്ട് ബാംഗ്ലൂർ പോവും. പിന്നെ അവൻ്റെ കാര്യം അവർ നോക്കിക്കോളും. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോയിരിക്കാമല്ലോ. നാളെ വരുന്നുണ്ടവൻ. എന്തായാലും ഈ വരത്തിന് ഞാൻ എൻ്റെ കല്യാണം കഴിപ്പിക്കും. ശരി, ഞാൻ വിളിക്കാം. കല്യാണം വേണ്ടെന്നോ? നീ എന്തൊക്കെയാടാ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ അമ്മ ജീവിക്കണത് തന്നെ. എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേടാ. എനിക്ക് വേണ്ടി 2-3 കുട്ടികളെ നോക്കിയതല്ലേ, എന്നിട്ട് എന്താ എന്നെ? അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീട്ടിലേക്ക് പെൺകുട്ടികളെ അയക്കും തോന്നുന്നുണ്ടോ? അതിന് നീ ഇവിടെ ഒന്നും ഇരിക്കില്ലല്ലോ മോനെ. കല്യാണം കഴിച്ചാൽ നേരെ ആ കുട്ടിനെ കൊണ്ട് ബാംഗ്ലൂർ പോവില്ലേ? അല്ലെങ്കിലും നമ്മുടെ നാട്ടിലല്ലേ പ്രശ്നമുള്ളൂ. അവിടെ നിനക്ക് പറ്റിയ കുട്ടികളൊന്നുമില്ല. ബാംഗ്ലൂർ കുട്ടികളൊന്നും ഇല്ലാണ്ടല്ലമ്മേ. പക്ഷെ അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം അറിയില്ലേ. എനിക്ക് അങ്ങനത്തെ ഒന്നും പറ്റില്ലമ്മേ. എന്നെ അറിയുന്ന നമ്മുടെ കുടുംബത്തെയൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ സമ്മതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മതിയമ്മേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിന്റെ അച്ഛൻ്റെ സ്വഭാവം പറഞ്ഞാൽ അവരിങ്ങോട്ട് വരുവേടാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടുമോ? ഞാൻ നിന്നോട് എന്ത് ദേഷ്യപ്പെടാനാടാ? അമ്മ കാര്യം പറ. അമ്മ, നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ദേവികയില്ലേ, അമ്മയോട് നിന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? അവിടെ എൻ്റെ കോളേജിലെ ജൂനിയർ ആയിരുന്നു. പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ. പക്ഷെ അതെനിക്ക് അന്നൊന്നും പറയാൻ സാധിച്ചില്ല, ഒരു പേടിയുണ്ട്. അതിനിടയ്ക്കാണ് അവളുടെ അച്ഛൻ മരിച്ച് പെട്ടെന്ന് പഠിപ്പ് നിർത്തി. പിന്നെ വീട്ടുകാർ നിർബന്ധം കൊണ്ട് അവളെ കല്യാണം കഴിച്ചു പോയി. പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോഴായിരുന്നു അവളുടെ ഭർത്താവ് മരിച്ചപ്പോൾ അവളാകെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി അവളെ ഒന്ന് ആലോചിക്കുക. എടാ, അവൾക്ക് കല്യാണം കഴിഞ്ഞൊരു ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ? ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെ അമ്മേ. എനിക്ക് അവളുടെ അവസ്ഥ വേണ്ടിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ അത്ര നന്മ വേറെ ആർക്കും ഉണ്ടാവില്ല മോനെ. ആ നല്ലൊരു കുട്ടിയാ, പാവമാ. പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? എത്ര കാലം അമ്മ ഇങ്ങനെ അച്ഛനെ പേടിച്ച് ജീവിക്കുക? അമ്മയ്ക്ക് സമ്മതമാണെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും എനിക്ക് കുഴപ്പമില്ല. നിന്റെ ആഗ്രഹങ്ങൾക്ക് അമ്മ എപ്പോഴെങ്കിലും എതിര് നിന്നിട്ടാ മോനെ? അവൾക്കൊരു ജീവിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന് നന്മയെ വരുള്ളൂ. പക്ഷെ അവളെന്താ പറയാന്നറിയില്ലല്ലോ. എന്തായാലും നാളെ വരട്ടെ, അമ്മ നേരിട്ട് ചോദിക്കാം. വേണ്ടമ്മേ, അവളോട് ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം. ഇനിയിപ്പോൾ സമ്മതമല്ല പറഞ്ഞാലോ? കുട്ടിയൊന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. ദേവിക, കോളേജിൽ വെച്ചാൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊന്ന് എങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടി തൻ്റെ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറയുമ്പോഴേക്കും തൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നത്. പിന്നെ കഴിഞ്ഞ ലീവിന് വരുമ്പോഴാണ് തൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. തന്നോടുള്ള സഹതാപം കൊണ്ടോ വേറൊന്നും കൊണ്ടല്ല, എനിക്കിപ്പോഴും തന്നെ ഇഷ്ടമാണ്. അമ്മ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എനിക്കറിയാം. ആ കുഞ്ഞുമായിട്ട് താൻ രാത്രി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എൻ്റെ അച്ഛനടക്കം തന്നെ ദ്രോഹിച്ചെന്ന് പറയുമ്പോൾ
കുറേ അനുഭവിച്ചില്ലടാ, മതി. എടോ, നാട്ടുകാരെന്ത് പറയുമ്പോണ്ട് താനൊന്നും വിചാരിക്കണ്ട. കല്യാണം കഴിഞ്ഞതും ആ ദിവസം തന്നെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോവാം. താൻ എന്തായാലും നല്ലപോലെ ആലോചിക്കുക. വേറെ ആരും വേണ്ട, നീ ഞാനും കുഞ്ഞും അമ്മയും മാത്രം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ട് ഒന്ന് ആലോചിക്കുക ദേവി. അല്ല ചേച്ചി എന്താ അവിടെ നിൽക്കണേ? ആ അച്ചു, ഞാൻ ഒരാളെ കാത്തിക്ക. ആ പിന്നെ ചേച്ചി കാര്യം അറിഞ്ഞില്ലേ? എന്ത് കാര്യം? ചേച്ചി വീട്ടുപണിക്ക് പോകുന്ന ആ സാധവൻ ചേട്ടൻ്റെ മോനില്ലേ, മറ്റേ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന, അവൻ ഇന്നലെ രാത്രി വിഷം കഴിച്ച് മരിച്ചു. എന്താ കാര്യം എന്നറിയില്ല, അമ്മ ഇപ്പൊ വന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്തായാലും ഒന്ന് അങ്ങോട്ട് പോകട്ടെ. ശരി ചേച്ചി. ആ ഹലോ. എടാ സന്ദീപേ, നമ്മുടെ സഹദേവേട്ടനെ മൂപ്പര് മരിച്ചടാ. മൂപ്പരുടെ മോനിൽ ഇന്നലെ വിഷം കഴിച്ച് മരിച്ചത്? അത് അങ്ങനെയല്ലേ, ഈ അച്ഛനും മോനും കൂടി രാത്രി മദ്യത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാ. ആണോ? എന്താ സംഭവം എന്നറിയോ? ആർക്കറിയടാ, മനുഷ്യന്റെ അവസ്ഥയല്ലേ. എന്തായാലും ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടോ. ആ ശരി, ഞാൻ വേഗം വരാം. എടാ കഴിവറിന്റെ മോനെ, നീയും നിന്റെ തള്ളയും കൂടി എന്നെ തോൽപ്പിക്കാനുള്ള പരിപാടി ഇടാ. നിനക്ക് കളി കഴിക്കാൻ കുഞ്ഞോനെ മോളെ കണ്ടുള്ളൂ. എന്നെ ധിക്കരിച്ചാ എൻ്റെ മോളെ കല്യാണം കഴിച്ചോ? ഈ തന്തന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. ഒന്ന് കുഴിച്ച് മൂടിക്കളയും ഞാൻ. അച്ഛൻ എന്താ വിചാരിച്ചേ? എനിക്ക് വേറെ പെണ്ണൊന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ നോക്കി നിന്നാ? ബാംഗ്ലൂർ ഇല്ലാത്ത കുട്ടികളാ. എന്തെങ്കിലും അച്ഛൻ്റെ മോനല്ലേ, ആ സ്വഭാവം ഞാൻ കാണിക്കാതിരിക്കും എൻ്റെ അച്ഛ. അച്ഛൻ ഇവിടെ എൻ്റെ കോളേജിൽ ജൂനിയർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ കൂടെ കടത്താനുള്ള ഇഷ്ടം. കുറേ കാലം പ്രേമഭരത്തിനടുത്ത് ഇവിടെ ബാക്കിൽ നടന്ന, പക്ഷെ ഇവിടെ തീരെ അടുത്തില്ല. ഒരു ദിവസം കോളേജിൽ വെച്ച് ഇവളുടെ കൈക്ക് ഞാൻ കയറി പിടിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എൻ്റെ മോള് എൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ച. കുറേ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും ഇവിടെ തീർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോഴേക്കും കഴുതയുടെ മോളെ അച്ഛൻ മരിച്ചു കൊണ്ട് അവിടെ അങ്ങ് പോയി. പിന്നെ എന്നെ കൊല്ലാൻ തീരുമാനിച്ച. പക്ഷെ അവിടെ അങ്ങനെ ജാഗ്രത, ഇഞ്ചായിട്ട് മരിക്കണം. അതിനിടയ്ക്കല്ല അവളെ കല്യാണം കഴിഞ്ഞത്. അവളുടെ ഭർത്താവ് താനേ കൊഴിഞ്ഞുകൊണ്ട് മരിച്ചല്ല. അന്ന് പാർട്ടിക്കിടയില് അവൻ കുടിച്ച കള്ളില് എൻ്റെ കൈകളുണ്ടായിരുന്ന വെച്ചാ. എന്നാലും അവളുള്ള ദേഷ്യമൊന്നും മാറുന്നില്ല അച്ഛാ. നീ ആ കുഞ്ഞുമായിട്ട് അവൾ വീണ്ടും ജീവിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ അവളിൽ നിന്ന് മാറ്റണം. അപ്പം അവൾ വീണ്ടും നേറും. അതെനിക്ക് അവളെ കല്യാണം കഴിക്കണം അച്ഛാ. എന്നിട്ട് ആ കുഞ്ഞിനെ ആദ്യം ഞാൻ തീർക്കും. ഇവിടെ വെപ്പാട്ടിയായിട്ട് അതിന് ഞാൻ കൊണ്ടുവരച്ചാ. അല്ലെങ്കിലും അച്ഛന് അവളുടെ മേലൊരു കണ്ണില്ലേ, അത് നടത്തണ്ട അച്ഛാ. ഞാൻ നടത്തിത്തരാം അച്ഛാ. അത് ഈ മകൻ നടത്തിത്തരാം. എടാ ഞാൻ വിചാരിച്ചു നീ വെറും മൊണ്ണയാണ്. ഞാൻ ചിലപ്പോൾ നിന്റെ അമ്മയെ സംശയിച്ചനെ. പക്ഷെ ഇപ്പോഴാടാ നീ എൻ്റെ മോനായത്. നീ ആ അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോടാ.
ഈ 2 വർഷനും 2 അടിച്ചാലടാ. അതിനെന്താ വെച്ചാ ഞാൻ കിടില സാധനം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ ആ വില കൂടിയ സാധനം അടിച്ച അപ്പനും മതിയാലടാ. ആ ഗോവിന്ദനെ നല്ല വാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിച്ച ചങ്കി കിടന്ന് കട്ടും. നീ വേടാ മോനെ. ദേവികേ, തന്തേനേക്കാളും വിഷമാണ് മോനെ, എനിക്ക് ഇന്നാ മനസ്സിലായത്. എന്നാലും ഇവന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കാര്യം നരകത്തിൽ ഇരുന്നതെന്ന് ആലോചിക്കുമ്പോൾ കഴുകൻ്റെ ബുദ്ധി അവൻ എന്തേലുമൊക്കെ പറഞ്ഞ് നിന്നെ കല്യാണത്തിന് സമ്മതിപ്പിക്കും. എന്ത് തന്നെ ആയാലും നാളെ ഇങ്ങോട്ട് വരില്ലേ മോളെ. ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കുക. നീയും നിൻ്റെ കുഞ്ഞും എങ്ങനെയെങ്കിലും ഈ നാട് വിട്ടു പോയിക്കോ. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യും. അത്രയ്ക്ക് പകയുണ്ട് അവന്. അന്ന് താൻ എന്നെ അടിച്ചവരെ എനിക്ക് വിഷമമൊന്നുമില്ല. അല്ല, തൻ്റെ സ്ഥാനം താനായാലും അങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് തന്നെ അത്ര ഇഷ്ടമായിരുന്നുള്ളൂ. ഒന്ന് ആലോചിക്കും ദേവി. അന്ന് പാർട്ടിക്കടിയില്ലേ അവൻ കുടിച്ച കള്ളില് അതിൽ എൻ്റെ കൈകളുണ്ടായിരുന്ന വെച്ചാ അവൻ കുഞ്ഞിനാദ്യം ഞാൻ തോന്നി. നമ്മുടെ അഭാവത്തിലും നമ്മുടെ ഭാര്യയും മക്കൾ അടങ്ങുന്ന കുടുംബം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാതിരിക്കാൻ തീർച്ചയായിട്ടും മുൻകൂട്ടി ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും വരുമാനം ഉണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുമോ, ഇതിന്റെ പ്രീമിയം എത്രയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഇപ്പൊ എടുക്കുകയാണെങ്കിൽ 15% വരെയൊക്കെ ഡിസ്കൗണ്ടും കിട്ടും.